തൊപ്പി മരണപ്പെട്ടിരിക്കുകയാണ്. മരണപ്പെട്ടതല്ല, കൊലപാതകമാണെന്നാണ് പറയുന്നത്. അങ്ങനെ കൊലപാതകം നടത്തിയതിൽ ഒരാളെ തൽക്കാലം പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമസ്കാരം. ഇപ്പോൾ ഒളിവിലാണ്, അപ്പോൾ ഇടയെന്നൊന്നും പറയാൻ പറ്റൂല. അപ്പോൾ തൊപ്പിയും ടീംസും ഇപ്പോഴും ഒളിവിലാണ്. നമ്മളെ കേരള പോലീസിന് ഇപ്പോഴും ഇവരെ പിടിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുവാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തായാലും ഇതിനൊരു എന്തായാലും നമ്മുടെ ആഭ്യന്തരമന്ത്രി ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക തന്നെ വേണം. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ലൈവിൻ്റെ പേരും പറഞ്ഞ് ലൈവിനകത്ത് കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങൾ യുവമാരൊക്കെ കാണിച്ചു കൂട്ടുന്ന മദ്യം പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ ലഹരി പ്രോത്സാഹിപ്പിക്കുക എന്ന് വേണ്ട ഇല്ലാത്ത അശ്ലീലങ്ങൾ പറഞ്ഞ് ലൈവിനകത്ത് നിന്ന് ഓരോ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കുന്ന രീതികളൊന്ന് ആലോചിച്ച് നോക്കിയേ. വ്യൂവർഷിപ്പിനും റീച്ചിനും വേണ്ടിയിട്ട്, പൈസയ്ക്കും വേണ്ടിയിട്ട് എന്ത് തോന്നിവാസങ്ങളാണ് കാണിച്ചു കൂട്ടുന്നത്. ഈ തൊപ്പി എന്ന് പറഞ്ഞ ആൾ ഇപ്പം മരിച്ചു എന്ന് പറഞ്ഞൊരു വീഡിയോ ഒക്കെ ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട്. അത് വീഡിയോ ആണെന്ന് എല്ലാ ആളുകൾക്കും, ഒരു മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ അത് വീഡിയോ ആണെന്നാണ് ഇപ്പം മനസ്സിലായിരിക്കുന്ന ഒരു കാര്യം. എനിക്ക് അത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് വീഡിയോ ആണ്. കാരണം ഇവന്മാരൊക്കെ എന്ത് ഫ്രോഡും കാണിച്ചു കൂട്ടുന്ന ടീംസുകളാണ്. അപ്പം ഈ ഒരു വീഡിയോ, ഇങ്ങനൊരു വീഡിയോ പടച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ തൊപ്പിയുടെ പിറവേ പോകത്തില്ല, അല്ലെങ്കിൽ ഈ ഗ്യാങ്സിൻ്റെ പിറവേ പോകത്തില്ല, അല്ലെങ്കിൽ ശക്തമായിട്ട് തിരിച്ചു വരും, ജനപിന്തുണ കൂടും എന്നൊക്കെ പറഞ്ഞിട്ട് കേരളം ചിലപ്പം കത്തും എന്നൊക്കെ വിളവും എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കാം ഈ ഒരു വീഡിയോ പടച്ചു വിട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇവന്മാരൊക്കെ കാണിക്കുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ലൈവിൻ്റെ പേരിൽ എന്തൊക്കെ തോന്നിവാസങ്ങളാണ്. അവസാനം പരസ്പരം ചെളിവാരി എറിയുന്ന രീതിയിൽ വരെ കാര്യങ്ങൾ എത്തിയപ്പോഴാണ് ഇത് നിയമപരമായിട്ട് പോലീസിനകത്ത് ഇടപെടുന്നത് തന്നെ, അല്ലേ? ഒരു ലൈവൊക്കെ കണ്ടിരുന്നു കഴിഞ്ഞുണ്ടല്ലോ, ഇടയ്ക്ക് വെച്ച് തൊപ്പി ആദ്യം സ്റ്റാർട്ടിങ്ങിൽ തൊപ്പി എന്നൊരു വ്യക്തി ഭയങ്കര മോശമായിരുന്നു, അശ്ലീലങ്ങളും പച്ചത്തെറികളുമായിരുന്നു ലൈവിനകത്ത് വന്ന് വിളിച്ചു കൂപ്പിക്കൊണ്ടിരുന്നത്. അതിനുശേഷം പിന്നെ ഇവൻ നന്നായി. പിന്നെ ഇവൻ്റെ കൂടെ കുറേ ടീംസുകൾ ഇവൻ്റെ കൂടെ ചേർന്ന്, എട്ടും പൊട്ടും തിരിയാത്ത പ്രായപൂർത്തിയാകാത്ത പിള്ളേർ വരെ ഇവൻ്റെ കൂടെ ചേർന്നിട്ട് അവന്മാരാണ് പിന്നെയും ഇവനെ ഈ വഴിക്ക് എത്തിച്ചെന്ന് വേണമെങ്കിൽ പറയാം. ഇടയ്ക്ക് വെച്ചപ്പോൾ നന്നായതായിരുന്നു തൊപ്പി എന്ന് പറയുന്നവൻ, ഈ നിഹാദ്. തൊപ്പി അവൻ്റെ ഒറിജിനൽ പേര് നിഹാദ്. ഇടയ്ക്ക് വെച്ചവൻ നന്നായിട്ട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ലൈവിനകത്ത് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഇവരെ ഗ്യാങ് ഹൗസിലേക്ക് പുതിയ കുറേ ചെറുക്കന്മാർ വരുന്നത്. അവന്മാരാണ് ലോകത്തരികിട ലോക ഫ്രോഡുകൾ. റീച്ചിന് വേണ്ടിയിട്ട് എന്ത് തെമ്മാടിത്തരങ്ങളും കാണിച്ചു കൂട്ടുന്ന ടീംസുകൾ. ഈ പ്രായത്തിൽ ഇവൻ്റെയൊക്കെ വീട്ടിൽ ചോദിക്കാനും പറയാനും ആരും ഇല്ലയോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര ആളുകളാണ് തൊപ്പിയുടെ ലൈവ് കാണുന്നത്? 10, 25, 30,000 പേരാണ് ഒരേ സമയം ലൈവിൽ കാണുന്നത്. അപ്പോൾ ഇത്രയും ആളുകൾ ഇവർ ലൈവ് കാണുമ്പോൾ ഒരു ബോധം വേണ്ടേ? ഞങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നത് ശരിയാണോ? എന്തായാലും ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇതിനെതിരെ ശക്തമായിട്ടൊരു നടപടി എടുത്തേ പറ്റൂ. ഇപ്പം കഴിഞ്ഞ 10 വർഷം ഇവന്മാർ കഴിഞ്ഞ സർക്കാരിൻ്റെ ആഭ്യന്തരം കുറച്ച് സ്ട്രോങ് ആയിരിക്കുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവന്മാരെ പോലെയുള്ള ആളുകളൊന്നും ഇതുപോലെ ലൈവിനകത്ത് വന്നിരുന്നിട്ട് ഇമാതിരി പോക്കിരത്തരങ്ങൾ കാണിച്ചു കൊടുത്തില്ലായിരുന്നു. തൊപ്പി മാത്രമല്ല, പെണ്ണുങ്ങളും സ്ത്രീകളും ഇതിനകത്ത് രംഗത്തുണ്ട്. ഇതുപോലെ ലൈവിനകത്ത് കോപ്രായങ്ങൾ കാണിച്ച് കിടക്കുന്ന സ്ത്രീകളെയും പൂട്ടണം. ഓക്കെ, ഞാനിവിടെ ഒരു വീഡിയോ വെച്ച് തരാം. തൊപ്പിയുടെ കൂടെ ഗ്യാങ്ങിലുള്ളൊരു മമ്മു എന്ന് പറഞ്ഞൊരു പയ്യനെ, അവനൊക്കെ പ്രായപൂർത്തി ആയിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. എത്ര വയസ്സുണ്ടോ? കൊച്ചു പയ്യനാണ്. അവൻ്റെ വായിൽ നിന്ന് വരുന്ന സംസാരങ്ങൾ കേട്ട് കഴിഞ്ഞാലുണ്ടല്ലോ. ഓക്കെ, എന്തായാലും ഇവിടെ മമ്മൂനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വാർത്ത ഞാൻ ഇവിടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു. ഓക്കെ, യൂട്യൂബർ തൊപ്പിയുടെ കൂട്ടാളി മുഹമ്മദ് എന്ന മമ്മു അറസ്റ്റിൽ. മഞ്ചേരി പോലീസാണ് അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് സ്വദേശിനി നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. നിഖിൽ പ്രമേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിഖിൽ, ഇതെല്ലാം ഒരൊറ്റ കമ്പനിയായിരുന്നു ഈ 3 പേരും, മമ്മു, ഷമീർ, നിഹാദ് എന്ന തൊപ്പി. അവസാനം വിഴുപ്പലക്കലിൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിച്ചത്. ഇപ്പോ പരാതിയിൽ എന്തൊക്കെയാണ് ഈ മമ്മുവിനെതിരെയുള്ള ആരോപണങ്ങൾ? ഗോകുൽ, മമ്മു ഈ കേസിലെ 4ാം പ്രതിയാണ്. 1ാം പ്രതി നിഹാദ് എന്ന തൊപ്പിയാണ്. പിന്നീട് ജാസി, അടപ്പം തന്നെ ഷമീർ, ഇവരെല്ലാം പ്രതികളാണ്. ഇതിലെ 4ാം പ്രതിയാണ് ഇപ്പോൾ പോലീസിന് കിട്ടിയിട്ടുള്ളത്. ഈ യുവാവ് എന്നൊക്കെ പറയുമ്പോൾ വളരെ ചെറിയ കുട്ടിയാണ്, പക്ഷേ കയ്യിലിരിപ്പ് വളരെ മോശമാണ്. ഈ വീഡിയോയിൽ, അതായത്
തൊപ്പിയുമായി തെറ്റിപ്പിരിഞ്ഞതിന് ശേഷം ഇവരൊരു 4 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന വീഡിയോ സ്ട്രീം ചെയ്യുകയും ആ വീഡിയോയിൽ ഗായകൻ ഹനാൻ ഷായെ പരാമർശിക്കുകയും ഹനാൻ ഷായുമായി തൊപ്പിക്ക് വൈരാഗ്യമുണ്ട് എന്ന് കാണിക്കാൻ ശ്രമിക്കുകയും ഇതേ തുടർന്നാണ് ഒരു കാര്യവുമില്ലാതെ ഹനാൻ ഷായുടെ സുഹൃത്തുക്കളിൽ ഒരാളായ യുവാവിന്റെ ഭാര്യയെക്കുറിച്ചുള്ള ഒരു പരാമർശം ഈ വീഡിയോയിൽ വരുന്നത്. പിന്നീട് ആ പെൺകുട്ടിക്ക് അത് വളരെയധികം മനോവിഷമം ഉണ്ടാക്കുകയും ഹനാൻ ഷായും സംഘവും തന്നെ നേരിട്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ അടക്കം കണ്ട് ഈ വിഷയത്തിൽ പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് മഞ്ചേരി പോലീസിന് ജില്ലാ പോലീസ് മേധാവി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ചുമതല നൽകുകയും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മഞ്ചേരി പോലീസ് ഇതിന്റെ അന്വേഷണത്തിലുമായിരുന്നു. 1-ാം പ്രതി നിഹാദ് അടക്കം ഇപ്പോൾ നിലവിൽ ഒളിവിൽ പോയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് 4-ാം പ്രതി മമ്മു എന്ന മുഹമ്മദ് വീട്ടിലുണ്ട് എന്ന വിവരം ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് അവിടെ എത്തുകയും ഇന്നലെ കസ്റ്റഡിയിലെടുക്കുകയും ഇന്ന് രാവിലെ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. ഈ 4 പേരും ചേർന്ന് വീഡിയോ സ്ട്രീമിലൂടെ ഇതിലൊരു ഭാഗവുമല്ലാത്ത ഒരു പങ്കുമില്ലാത്ത ഒരു പെൺകുട്ടിയെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി എന്നുള്ളതാണ് കണ്ടെത്തൽ. പോലീസ് ഗുരുതരമായാണ് ഈ കേസിനെ കാണുന്നത്. ഒരു പക്ഷേ നോട്ടീസ് നൽകി വിളിപ്പിക്കുകയാണെങ്കിൽ പ്രതി ഒളിവിൽ പോകാനുള്ള സാധ്യതയുണ്ടെന്നും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ തുടരാനുള്ള സാധ്യതയുണ്ടെന്നും മനസ്സിലാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് പോലീസ് അറസ്റ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചത്. ഹനാൻ ഷാ തന്നെ തന്റെ വ്ളോഗിലൂടെ വന്ന് വെളിപ്പെടുത്തിയിരുന്നു. ഒരു കാരണവശാലും വെറുതെ വിടാൻ താൻ തീരുമാനിച്ചിട്ടില്ല, നിയമപരമായി തന്നെ തങ്ങൾ മുന്നോട്ട് പോകും, തങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാം ഉണ്ടായത് വലിയ വേദനയാണ്, നോവാണ്, അതുകൊണ്ട് തന്നെ നിയമപരമായി എല്ലാ തരത്തിലും മുന്നോട്ട് പോകുമെന്ന് ഹനാൻ ഷാ തന്നെ പറഞ്ഞിരുന്നതാണ്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടപ്പോൾ ഒരു പ്രതിയാണ് പിടിയിലായിട്ടുള്ളത്, ബാക്കിയുള്ള പ്രതികൾ പിടിയിലാകാനുണ്ട്. നേരത്തെ സോഷ്യൽ മീഡിയ അഭിമുഖത്തിൽ വന്നിരുന്ന് താൻ അയൽവാസിയുടെ വീടിനകത്തേക്ക് ഒളിഞ്ഞു നോക്കാറുണ്ട് എന്നടക്കം തുറന്നു പറഞ്ഞിട്ടുള്ള യുവാവാണ് ഈ മുഹമ്മദ് എന്ന മമ്മു. എന്തായാലും അതിൽ ഒരാൾ ഇപ്പോൾ പിടിയിലായിരിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. തീർച്ചയായും ഏതായാലും സോഷ്യൽ മീഡിയയിൽ അടക്കം വന്ന് കേമത്തരം പോലെ വിളമ്പിയത് വലിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങളെ പറ്റിയുള്ള വിശദാംശങ്ങളായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം എന്ന നിലയിലാണെങ്കിൽ പോലും കൊച്ചുകുട്ടികളടക്കം ഒരുപാട് പേരെ സ്വാധീനിക്കുന്ന യൂട്യൂബറായിരുന്നു തൊപ്പി. ആ യൂട്യൂബ് എന്തായാലും കഴിഞ്ഞ ദിവസം പൂട്ടി. ഇപ്പോൾ തൊപ്പിക്കായുള്ള അന്വേഷണമാണ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട്. ആ സംഘത്തിൽപ്പെട്ട മറ്റൊരാളാണ് ഈ മമ്മുവിനെയാണ് പിടികൂടിയിരിക്കുന്നത്. കണ്ടില്ലേ എന്തൊക്കെയാണ് ലൈവിനകത്ത് പറഞ്ഞു കൂട്ടുന്നത് അല്ലേ? അതും വേറെ ഏതോ ഹനാൻ ഷാ എന്ന് പറഞ്ഞ ആ പുള്ളിയുടെ ഫാമിലിയിലുള്ള സ്ത്രീകളെ പറ്റിയിട്ടൊക്കെ എന്തൊരു മോശമാണ്. അതും പബ്ലിക്കിലൊക്കെ പോകുന്ന സമയത്ത് ഓരോ സ്ത്രീകളെ കാണുമ്പോഴത്തേക്ക് ഒരു ലൈസൻസും ഇല്ലാതെ എന്തൊക്കെയാണ് ഇവന്മാർ വിളിച്ചു പോകുന്നത്. അതും പിന്നെ അത് കഴിഞ്ഞിട്ട് ലൈവിനകത്ത് വന്നിരുന്നിട്ട് അതിൻ്റെ പ്രൂഫ് ഇടുക, ആ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് ലൈവിനകത്ത് കേൾപ്പിക്കുക. അങ്ങനെ ലക്ഷങ്ങൾ കാണുന്ന ഒരു ലൈവിനകത്ത് അല്ലെങ്കിൽ 10,000 കാണുന്ന ലൈവിനകത്ത് അത് ഇടുക, അത് മറ്റുള്ള ആളുകളുടെ അടുത്ത് അത് സ്പ്രെഡ് ചെയ്യുക, അങ്ങനെ മൊത്തത്തിൽ അങ്ങ് വ്യാപിക്കുക. ഇതൊക്കെയാണ് ഇവന്മാർ ചെയ്യുന്നത്. ഇവന്മാർ എന്ത് നന്മയാണ് ചെയ്യുന്നത്? സമൂഹത്തിന് വേണ്ടിയിട്ട് എന്താണ് ഇവന്മാർ ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തൊക്കെ വൃത്തികേടാണ് ഈ ഇത്രയും ചെറു പ്രായത്തിൽ തന്നെ ഇവന്മാർ കാണിച്ചു കൂട്ടുന്നത്. എന്തായാലും മമ്മുവിനെ പോലീസ് നോക്കിയിട്ടുണ്ട്. ഇവനാണെങ്കിൽ ഇവൻ്റെ വീട്ടുകാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വെറും ചെറിയ ചെക്കനാണ് ഇവൻ മമ്മു. ഇനി ഞാനിവിടെ തൊപ്പി മരിച്ചെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്ന് ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരാളുടെ വീഡിയോ ഞാൻ പെട്ടെന്ന് കാണാനിടയുണ്ടായി. പുള്ളി പറയുന്നത് നിങ്ങളൊന്ന് കണ്ടുപോകേ. തൊപ്പി മരണപ്പെട്ടിരിക്കുകയാണ്. മരണപ്പെട്ടതല്ല, കൊലപാതകമാണെന്നാണ് പറയുന്നത്. അങ്ങനെ കൊലപാതകം നടത്തിയതിൽ ഒരാളെ തൽക്കാലം പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്കെല്ലാം സുപരിചിതനായ AI ആണ് ആദ്യത്തെ പ്രതി. വല്ലാത്ത ആദ്യം അറുമ്പാദം തന്നെ കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഇത് എന്തോന്നറിയാം, ഇത് ജീവിച്ചിരിക്കുന്നവരൊക്കെ ഇങ്ങനെ കൊല്ലാൻ തുടങ്ങി എന്തോ ചെയ്യും? ഒന്ന് ആലോചിക്കാൻ. ഇത് കാണണല്ലേ തൊപ്പിയുടെ അവസ്ഥ, ചിരിക്കണോ കരയണോ? വല്ലാത്ത ആദ്യം അവസ്ഥ തന്നെയല്ലേ മനുഷ്യന്മാരത്. എന്നാലും എന്റെ പൊന്നെ എണ്ണന്മാരെ എന്തരൊക്കെ കാണണോ? ഇതിപ്പം തൊപ്പി തന്നെ പടച്ചു വിട്ടാനോ നമുക്ക് സംശയമുണ്ട്. ഇങ്ങനൊരു വീഡിയോ തൊപ്പി തന്നെ ചിലപ്പോൾ ഉണ്ടാക്കി ഇതെല്ലാം ഇതിനപ്പുറം ചെയ്യും. കാരണം ലൈവിനകത്ത് കാണിച്ചു കൂട്ടുന്നല്ല നമ്മൾ കാണുന്നതല്ല. റീച്ചിന് വേണ്ടിയിട്ടും ഓഡിയൻസിൻ്റെ ഒരു വ്യൂവർഷിപ്പ് ഉണ്ടാക്കാനും ഓഡിയൻസിന് സപ്പോർട്ടിന് വേണ്ടിയിട്ടൊക്കെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. ഓക്കെ, ഞാനിനി ഇവിടെ ഇവരെ കൂട്ടത്തിൽ ഷമീർ എന്ന് പറഞ്ഞ ഒരുത്തം. സത്യം പറഞ്ഞാൽ നമ്മളെ കേരള പോലീസ് എന്ത് ചെയ്യണം? ഇത്രയും ദിവസം ഉണ്ടായിട്ട് ഇവർ മുങ്ങാനുള്ള രക്ഷപ്പെടാനുള്ളൊരു അവസരമല്ലേ ഒരുക്കി കൊടുത്തത്. ഇത്രയും ദിവസം ഉണ്ടായിട്ട് നമ്മളെ കേരള പോലീസിന് ഇവരൊന്നും പിടിക്കാൻ സാധിച്ചിട്ടില്ല. എവിടെ കണ്ടിരുന്നിട്ട് ഇപ്പോഴും പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇപ്പോൾ ഒരുത്തം വീഡിയോ ഇട്ടേക്കുവാണ്. ഷമീർ വീഡിയോ ഇട്ടേക്കുവാണ്. ഈ ഗ്യാങ്ങിലുള്ളൊരു പയ്യനാണ്. അപ്പോൾ അവൻ്റെ ഒരു വീഡിയോ കൂടെ ഞാൻ ഇവിടെ വെച്ചായിരുന്നു, നിങ്ങളൊന്ന് കണ്ടുപോകേ. നമസ്കാരം. ഇപ്പോൾ ഒളിവിലാണ്, അപ്പോൾ ഇടയെന്നൊന്നും പറയാൻ പറ്റൂല. അപ്പോൾ ഇത് പുതിയ ചാനലാണ്. അപ്പോൾ ഇതിലായിരിക്കും എല്ലാ കാര്യങ്ങളും വരിക, ലൈവ് ആണെങ്കിലും വ്ളോഗ് ആണെങ്കിലും എല്ലാം. നാളെ ഒരു വ്ളോഗ് വരുന്നുണ്ട്, എല്ലാവരും കാണുക. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ബൈ.
കണ്ടില്ലേ എന്തൊരു അന്തസ്സോടെയാണ് പറയുന്നത്. ഹലോ ഗൈസ്, ഇപ്പം നമ്മൾ ഒളിവിലാണെന്ന് വലിയ അന്തസ്സായിട്ടാണ് പറയുന്നത്. ഇതൊക്കെ കാണുന്ന ഇവരെ വീട്ടുകാർ, ഉമ്മ, സഹോദരങ്ങൾ, പെങ്ങന്മാർ, ഫാദർ, ഇവരെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇവരൊക്കെ എങ്ങനെ സമൂഹത്തിന് മുമ്പിൽ ഇറങ്ങി നടക്കും? ഇവരെയൊക്കെ കാരണം നാണം കെട്ട് ഇറങ്ങി നടക്കേണ്ട അവസ്ഥ വരും അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. ഓക്കെ, ഞാൻ ഇനി ഇവിടെ ഒരു വാർത്ത കൂടെ വെച്ച് തരാം. ഈ തൊപ്പിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസാണ്. എന്തായാലും ഇതുപോലുള്ള വൃത്തികെട്ട തെമ്മാടിത്തരങ്ങൾ ലൈവിനകത്ത് വന്ന് കാണിച്ചു കൂട്ടാൻ ഇനിയെങ്കിലും നമ്മളെ ആഭ്യന്തരം, നമ്മളെ രമേശ് ചെന്നിത്തല സാർ ഇതുപോലുള്ള വിഷയങ്ങളിൽ കുറച്ച് കർശനമായിട്ട് നടപടിയെടുക്കണം. ഇതുപോലുള്ള തോന്നിവാസങ്ങൾ, കാരണം നമ്മൾ വളർന്നു വരുന്ന ജനറേഷനെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള എന്തൊക്കെ തോന്നിവാസങ്ങളാണ്. ഈ തൊപ്പിയുടെ ലൈവിനകത്ത് ആദ്യമൊക്കെ പിള്ളേരായിരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫാമിലി ഓഡിയൻസ് കാണുന്നുണ്ട്. പിന്നെ അവൻ നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്യും, നല്ല നല്ല ലൈവൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ഒരുപാട് ഫാമിലി ഇവൻ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അതൊക്കെ നല്ല കാര്യമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പോസിറ്റീവായിട്ട് ഇപ്പം വരുമായിരുന്നു. അപ്പോൾ ഇവൻ്റെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഫാമിലി ഓഡിയൻസ് ഇവൻ്റെ ലൈവ് കാണാനെ കൊണ്ട് മാത്രം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്കിടയിലോട്ടൊക്കെ ഇവൻ ലാസ്റ്റ് ചെയ്ത് ഇവൻ ഇട്ട് കൊടുത്ത കുറച്ച് വൃത്തികെട്ട ക്ലിപ്പുകളുണ്ടല്ലോ, കാണിച്ച ക്ലിപ്പുകൾ ഒന്നാലും ചോദിച്ചു. ആ ഫാമിലി ഓഡിയൻസ് എത്ര പേര് ഫാമിലിയായിട്ടും കുട്ടികളായിട്ടും ടി വിയിൽ വരെ ഇവൻ്റെ ലൈവ് ഇരുന്ന് കാണുന്ന ആളുകളുണ്ടായിരുന്നു ഫാമിലിയായിട്ട്. ഒന്നാലോചിച്ച് നോക്കി. അത് കാണുമ്പോഴത്തേക്ക് ഇവൻ അവരോടൊക്കെ ഇവനെ ഫോളോ ചെയ്ത് വെച്ചേക്കുന്ന, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുന്ന, സപ്പോർട്ട് ചെയ്ത് വെച്ചേക്കുന്ന ജനങ്ങളിലേക്ക് ഇവൻ അത്രയും ഒരു വൃത്തി എന്തിൻ്റെയൊക്കെ പേരിലാണെങ്കിലും ഒരു കാരണവച്ചാലും അങ്ങനെ എത്ര വൈരാഗ്യമുണ്ട്, ദേഷ്യം ഉണ്ടെങ്കിൽ പോലും ആ ചെയ്തതിനോട് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. തൊപ്പി നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുണ്ട്. നല്ലൊരു രീതിയിലേക്ക് കയറി വന്നപ്പോഴാണ് വീണ്ടും ഈ ചെറുക്കന്മാരെയൊക്കെ പിടിച്ചിരുത്തിയിട്ട് അവന്മാരെയൊക്കെ ലൈവിനകത്ത് കൊണ്ടുവന്നിട്ട് തോന്നിവാസങ്ങൾ കാണിച്ചു കൂട്ടിയിട്ട് വീണ്ടും തൊപ്പി പഴയ ഒരു രീതിയിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. ഇവന്മാർ കാരണമാണ് വീണ്ടും ഈ ഒരു അവസ്ഥ തൊപ്പിക്ക് വന്നത്. അത് മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും തൊപ്പി ചെയ്തത് ഒട്ടും ശരിയായിട്ടില്ല. ലൈവിനകത്ത് വന്നിട്ട് അവന്മാരെ വീഡിയോസും എടുത്ത് പ്ലേ ചെയ്യുക, അതും വൃത്തികെട്ട തോന്നിവാസങ്ങൾ കണ്ടാൽ നമ്മൾ അറയ്ക്കുന്ന വീഡിയോസ് വരെ അല്ലേ. അപ്പോൾ എന്തായാലും ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ഇനി തൊപ്പിയുടെ വീഡിയോ ഞാൻ ഇവിടെ ഒന്ന് വെച്ച് തരാം, തൊപ്പിയുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വയ്ക്കുക. അപ്പം ആ ന്യൂസും കൂടെ നിങ്ങളൊന്ന് കണ്ടുപോകും. അശ്ലീല ദൃശ്യങ്ങൾ പങ്കുവച്ച കേസിൽ വിവാദ യൂട്യൂബർ തൊപ്പി എന്ന നിഹാദിനെ പിടികൂടാനാവാതെ പോലീസ്. നിഹാദ് വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുള്ളതിനാൽ പോലീസ് ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കി. നിഹാദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എതിർത്ത് പോലീസ് കോടതിയെ സമീപിച്ചതിന് പിന്നാലെയാണ് നീക്കം. അതേസമയം തൊപ്പി മരിച്ചുവെന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ വ്യാജ വാർത്തയും പ്രചരിക്കുന്നുണ്ട്. തൊപ്പി എന്ന മുഹമ്മദ് നെഹാദിനു വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് തുടരുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇയാൾക്ക് വേണ്ടി ലുക്കൌട്ട് സർക്കുലർ പോലീസ് പുറത്തിറക്കിയത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് തുടക്കം മുതൽ ഇയാളെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഇയാൾ മുൻകൂർ ജാമ്യത്തിനടക്കമുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. ഇന്ന് ജില്ലാ സെഷൻസ് കോടതി, എറണാകുളം ജില്ലാ സെഷൻസ് കോടതി ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കേസ് വന്നെങ്കിൽ കൂടിയും ഹർജി പരിഗണിക്കുന്നത് തിങ്കളാഴ്ചത്തേക്ക് അത് മാറ്റിയിട്ടുണ്ട്. ഏതായാലും ഈ ദിവസങ്ങൾ വരെയും ഇയാൾ ഒളിവിൽ തന്നെ ആയിരിക്കും എന്ന കാര്യമാണ് പോലീസിൻ്റെ ഒരു നിഗമനമുള്ളത്. പോലീസ് ഇയാൾക്ക് വേണ്ടി തിരച്ചിൽ തുടരുന്നു. ഒപ്പം തന്നെയും വിദേശത്തേക്ക് കടക്കാനുള്ളൊരു സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ലുക്കൌട്ട് സർക്കുലർ അടക്കം ഇയാൾക്ക് പുറത്തിറക്കിയത്. അതോടൊപ്പം തന്നെയാണ് ഇയാൾ മരിച്ചു എന്ന രീതിയിലുള്ള ചില പ്രചരണങ്ങൾ, വ്യാജ പ്രചരണങ്ങളാണ് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം ചില പ്രചാരണങ്ങളടക്കം നടക്കുന്നുണ്ട്. ഇയാളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയും പോലീസ് ഈ ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ നോട്ടീസ് നൽകിയെങ്കിലും ആരും തന്നെയും ഈ നോട്ടീസിനോട് പ്രതികരിച്ചിട്ടുമില്ല. അതേസമയം തന്നെ ഇയാളുടെ ഒരു സുഹൃത്ത് മുഹമ്മദ് മമ്മു എന്ന മമ്മു, ഇയാൾ നേരത്തെ മാത്രം പിടിച്ചോണ്ട് കാര്യമല്ല, എല്ലാത്തിനെയും പിടിക്കണം. ഈ തോന്നിവാസം കാണിച്ചു കൂട്ടി എല്ലാത്തിനെയും പിടിക്കണം. തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കുക തന്നെ വേണം. കാരണം ഇത് എത്രാമത്തെ വട്ടമാണ് ഈ തൊപ്പിയെ പോലീസ് പിടിക്കുന്നത്? ഇതുപോലുള്ള വിഷയങ്ങൾ പബ്ലിക്കിൽ വന്നിട്ട് ഇതുപോലുള്ള തോന്നിവാസങ്ങൾ കാണിച്ചു കൂട്ടിയെന്ന് അല്ലേ. ഇനി അതുമാത്രമല്ല, അനാൻ ഷാ എന്നൊരു വ്യക്തിയുടെ ഫാമിലിയിൽ ഉള്ള സ്ത്രീകളെ പറ്റിയിട്ട് മോശമായിട്ട് സംസാരിച്ച് അതും ഒട്ടും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഇനി ആരുടെ ഫാമിലിയിലെ സ്ത്രീകളെ പറ്റിയിട്ടാണെങ്കിലും ഒരു പരിപാടിക്ക് കാണുമ്പോഴോ അല്ലെങ്കിൽ പൊതു സ്ഥലത്ത് വെച്ച് കാണുമ്പോഴോ അവിടെ മാറി നിന്നിട്ട് എന്തൊക്കെ വൃത്തികേടാണ് പറയുന്നത്. അനാൻ ഷാ കേസ് കൊടുത്ത സമയത്ത് തന്നെ ഇവർക്കെതിരെ നടപടിയെടുക്കാനും ഇവരെ പിടിക്കാനും അറസ്റ്റ് ചെയ്യാനൊക്കെ ഒരുപാട് സമയങ്ങളുണ്ടായിരുന്നു അല്ലേ. ഇപ്പം വന്നിട്ട് പോലീസ് പറയാ തൊപ്പി ഒളിവിൽ പോയി തൊപ്പിയെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല, ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ?
സമയമുണ്ടായിരുന്നു, ആ സമയം ഉപയോഗിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു എടുത്തിന് വരാം.